ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എണ്ണ ഒട്ടും തന്നെ കുടിക്കാത്ത പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈവനിങ് സ്നാക്ക് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പത്തിരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ മാവ് വെച്ചിട്ട് തന്നെ നമ്മൾ ചുട്ട പത്തിരി റെഡിയാക്കി എടുക്കുന്നുണ്ട്. രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ മാവ് എങ്ങനെയാണ് കുഴക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. 2.25 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം, എന്നാലാണ് പൊടിയിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ മാവില് ഉപ്പ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് 1/4 ഗ്ലാസ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്തെടുക്കാം. ഒരുവിധം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതൊരുവിധം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി പൊടിയും വെള്ളവും എല്ലാവരുടെയും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ഇത്ര ചൂടോട് കൂടിയിട്ട് നമുക്ക് എന്തായാലും ഇത് കുഴച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറാനായിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 മിനിറ്റിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി പച്ചവെള്ളത്തിൽ കൈയൊന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോഴും നന്നായിട്ട് അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പച്ചവെള്ളത്തിലൊന്ന് കൈ നനച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ചൂടധികം മാറാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ ആ സോഫ്റ്റ്നെസ് കിട്ടില്ല. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കണം. എന്നാലാണ് പത്തിരി പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ കൂട്ട് റെഡിയാക്കി വെച്ചിട്ടില്ല, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കരിഞ്ചീരകം 1/4 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പത്തിരിക്ക്. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒന്നുകൂടി നല്ലതുപോലെ എല്ലാതും കൂടിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഇതുപോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് കുറച്ച് വലിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഈ പൊരിച്ച പത്തിരിക്കുള്ള മാവ് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഉരുളകൾ വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഇഞ്ച് കനത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. കൈകൊണ്ട് എല്ലാ സൈഡും ഒന്ന് ലെവലാക്കിയിട്ട് കുറച്ച് കനത്തിൽ പരത്തി കൊടുക്കുക. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ പത്തിരിയും ഒരേ ഷേപ്പിൽ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുന്ന കട്ടർ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണ് പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഷേപ്പിലായി കിട്ടും. കണ്ടില്ലേ, ഇത്രയും കനത്തിലാണ് നമ്മൾ പൊരിച്ച പത്തിരിക്കുള്ള മാവ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ അല്ലാതും ബാക്കിയുള്ള മാവും ഇതുപോലെ കനത്തിൽ തന്നെ പരത്തിയതിന് ശേഷം ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം.
സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അടിപൊളി സ്വാദിലുള്ള പത്തിരിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും പത്തിരി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഇതല്ലാതെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. 1-2 പത്തിരി ഞാൻ ചുട്ടെടുക്കാനാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ആ മാവിലേക്ക് കുറച്ചും കൂടി തേങ്ങ ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ചിട്ടാണ് നൈസായിട്ട് പരത്തിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചുട്ടെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ നൈസായിട്ട് കുറച്ചും കൂടി വട്ടത്തിൽ പരത്തി 2 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പത്തിരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്തിരി ഇട്ട് കൊടുക്കുക. പത്തിരി ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ നമ്മൾ ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, അപ്പം പെട്ടെന്ന് കളർ മാറും, പക്ഷെ ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുക. അപ്പോൾ പുറമേയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ചുട്ടപ്പത്തിരി റെഡിയാക്കി എടുക്കാം. ചൂടായ തവയിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ സമയമാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അധികം ഫ്ലെയിം കുറച്ച് വെക്കേണ്ട. ഫ്ലെയിം കുറച്ച് വെച്ചാൽ ഇത് കുറച്ച് ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ സ്പോട്ടൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഇത് റെഡി ആയിട്ട് കിട്ടും. അധിക സമയം കുക്ക് ചെയ്യാനൊന്നുമില്ല. നമ്മൾ തിളച്ച വെള്ളത്തിലാണ് മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ചുട്ടെടുത്ത പത്തിരി ഇവിടെ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് നമ്മൾ പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. 1-2 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ആദ്യത്തെ ബാച്ച് നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചുട്ടെടുക്കുന്ന പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ പത്തിരി ഉണ്ടാവുക. നമ്മള് എല്ലാ പത്തിരിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്വാദിലുള്ള പത്തിരിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും പത്തിരി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ചുട്ടെടുക്കുന്ന പത്തിരിയും പൊരിച്ചെടുക്കുന്ന പത്തിരിയും നമുക്ക് ഒരേ മാവ് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാം. ചുട്ടെടുത്ത പത്തിരി കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ കഴിക്കാനാണെങ്കിലും അടിപൊളി സ്വാദാണ്. പത്തിരി ചുട്ടെടുക്കുമ്പോൾ അധികം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കരുത്. അപ്പോൾ അത് ഡ്രൈ ആയി പോകും. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഈ പത്തിരി ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ പൊരിച്ച പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അകമയൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പുറമേ നന്നായിട്ട് മുരിഞ്ഞിട്ടുമാണ് ഇരിക്കുന്നത്. ഇത് പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. ഇത് അങ്ങനെ കേടാവത്തൊന്നുമില്ല. നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലെ സെയിം ടേസ്റ്റ് കിട്ടുന്ന മസാല ദോശയുടെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അധികം കുഴച്ച് മെനക്കെടാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചപ്പാത്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ.